ഒരു ഐതിഹാസിക സമരം തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ തലസ്ഥാനത്തിൽ വിഴിഞ്ഞത്ത് കഴിഞ്ഞ 3 മാസത്തിലധികമായി നടന്നു വന്ന മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിനായുള്ള സമരം തന്ത്രപരമായ ചില നീക്കങ്ങളിലൂടെ ഒത്തുതീർപ്പിലെത്തിച്ചിരിക്കുകയാണ്. ലത്തീൻ സഭാ നേതൃത്വവും സർക്കാരും മധ്യസ്ഥനായി മലങ്കര സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലെമീസ് ബാവായും തമ്മിൽ നടത്തിയ സമവായ ചർച്ചകളെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാനുള്ള ധാരണകളിൽ എത്തിച്ചേർന്നത്. സമരത്തിൻ്റെ ആദ്യം മുതൽ ഹീനമായ ചില കളികളിലൂടെ സമരത്തെ പൊളിക്കാനും സമരം ചെയ്യുന്നവരുടെ മനോവീര്യത്തെ കെടുത്തിക്കളയുവാനും ചില നീക്കങ്ങൾ നടന്നുവെങ്കിലും സഭാ നേതൃത്വത്തിൻ്റെ ആത്മസംയമനത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് അതിന് തടയിട്ടത്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കത്തക്ക വിധം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സമരത്തിന് മുമ്പും സമരത്തിന് ശേഷവും അവരുടെ അവസ്ഥ വളരെ കഷ്ടത്തിൽ തന്നെ. മത്സ്യത്തൊഴിലാളികളുടെ ഇനിയും നിലയ്ക്കാത്ത വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ആഴ്ച ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഭരണകൂട ഭീകരതയ്ക്കും പാവപ്പെട്ട തൊഴിലാളി വർഗത്തോടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടും കാലങ്ങളായി കാട്ടിവരുന്ന കാട്ടുനീതിക്കും മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വിഖ്യാതമായ സമര പോരാട്ടങ്ങൾക്ക് ഒടുവിൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ നേടിയെടുക്കാനാവാതെ ലത്തീൻ സഭാ നേതൃത്വത്തിന് പിൻവാങ്ങേണ്ടി വന്നതിൻ്റെ പിന്നിലെ കളികൾ മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറി അഭിയന്യ കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ നടത്തി തൽക്കാലം ഞങ്ങൾ നിർത്തുകയാണ്. 140 ദിവസത്തോളം നീണ്ട സമരത്തെ കുരുതിക്കളമാക്കി സമരക്കാരെ പ്രകോപിതരാക്കി പ്രതിരോധത്തിലാക്കാൻ ഭരണകൂടം ആസൂത്രണം ചെയ്ത പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന ദൗർഭാഗ്യകരമായ സംഭവം ഒഴിച്ചാൽ സമരം തികച്ചും സമാധാനപരം തന്നെയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള തേങ്ങലുകളെ തുടർച്ചയായി പിണറായി സർക്കാർ അവഗണിക്കുന്നുവെന്ന ബോധ്യത്തിൽ നിന്നാണ് 140 ദിവസങ്ങൾക്കപ്പുറത്ത് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അന്നു മുതൽ സമരത്തെ അലക്ഷ്യമാക്കി സമരക്കാരെ മൂന്നാംകിട പൗരന്മാരായി കണ്ട സർക്കാരിൻ്റെ മാടമ്പിത്തരമാണ് സമരത്തെ ഇത്രമേൽ സങ്കീർണമാക്കി മാറ്റിയത്. എന്നിട്ടൊടുവിൽ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ലത്തീൻ സഭയെ ശ്ലാഘിച്ച് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായിയുടെ വാചക കസർത്തുകൾ മുഴുവൻ ധൃതരാഷ്ട്ര ആലിംഗനത്തിൻ്റെ വകഭേദമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ലത്തീൻ സഭ പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിലും മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലും വളരെ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുന്ന സഭയാണ്. സർക്കാരുമായും ഊഷ്മളമായ ബന്ധമാണ് സഭയ്ക്കുള്ളത്. ദിവസം ചെല്ലുന്തോറും സമരനില വഷളാക്കുകയും ഏറാൻ മൂളകളെ രംഗത്തിറക്കി സമരത്തെ വർഗീയവൽക്കരിക്കുകയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ക്രിമിനലുകളും രാജ്യദ്രോഹികളും വിദേശപണം സ്വീകരിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളും തീവ്രവാദികളുമാക്കുവാൻ ശ്രമിച്ചതാണോ പിണറായി സർക്കാർ ലത്തീൻ സഭയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ? അദാനിയുടെ ശിങ്കടികൾക്കൊപ്പം പാർട്ടിക്കാരെയും അണിനിരത്തി ലത്തീൻ സഭയിലെ വൈദിക ശ്രേഷ്ഠന്മാരെ പച്ചത്തെറി വിളിച്ചതാണോ ഇവർ കാണിച്ച മത്സ്യത്തൊഴിലാളികളോടുള്ള സ്നേഹം? പാവപ്പെട്ട പ്രജകളെ സംരക്ഷിക്കുവാൻ കടപ്പെട്ട ഒരു സർക്കാരും കാണിക്കാൻ പാടില്ലാത്ത തരം ലജ്ജാകരമായ കളികളിലൂടെ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണം തിരക്കഥ തയ്യാറാക്കി നടത്തി അദാനി പക്ഷക്കാരെയും തീവ്ര ഹൈന്ദവ സംഘടനകളെയും ഒപ്പം കൂട്ടി നിരപരാധികളായ മത്സ്യത്തൊഴിലാളികളെ തല്ലിച്ചതച്ചതാണോ പിണറായി മത്സ്യത്തൊഴിലാളികളോട് വേണ്ടി അവർക്ക് വേണ്ടി ചെയ്ത സൽക്കർമ്മം? പാർട്ടി പത്രത്തിനും പാർട്ടി ചാനലിനുമൊപ്പം കേരള കൗമുദിയും ന്യൂസ് 18 അടക്കമുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് പാവപ്പെട്ട സമരക്കാരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച് സമൂഹത്തിൽ അവരെ അപമാനിച്ചതാണോ പിണറായി അവർക്ക് ചെയ്തു കൊടുത്ത വൻ സഹായം?
പിണറായിയും കൂട്ടരും കൊരവിയിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെങ്കിൽ NIA-യോ കേന്ദ്രസേനയോ എന്തുകൊണ്ടാണ് ഇതുവരെ വിഴിഞ്ഞത്തെ ഈ രാജ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾ രാജ്യദ്രോഹികളാണെന്നതിന് ഇന്റലിജൻസ് തെളിവ് കയ്യിൽ കിട്ടിയവരാണ് അവരെങ്കിൽ രാജ്യദ്രോഹികളും മുഖ്യമന്ത്രിയുമായി സമവായത്തിലെത്തിയാൽ തീരുന്നതാണോ രാജ്യദ്രോഹ കുറ്റവും തീവ്രവാദവും? നെറ്റോ പിതാവിനെ 1-ാം പ്രതിയാക്കിയും ക്രിസ്തുദാസ് പിതാവിനെ 2-ാം പ്രതിയാക്കിയും യൂജിൻ അച്ഛനെ 3-ാം പ്രതിയാക്കിയും നാട്ടിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുമെതിരെ, അതായത് 3000 പേർക്കെതിരെ 185 കേസുകൾ രജിസ്റ്റർ ചെയ്ത് നടത്തിയ ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പാവം മത്സ്യത്തൊഴിലാളികൾക്ക് ദയനീയമായി കീഴടങ്ങേണ്ടി വന്നു എന്നതാണ് വാസ്തവം. ഇതിന് പിന്നിൽ കളിച്ചവരെ കുറിച്ച് ഷെഖൈന ബിഗ് ഡിബേറ്റിൽ PC ജോർജ് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. ഇവിടുത്തെ പോലീസ് എല്ലാം വിളിച്ചല്ലോ, ഇവിടുന്ന് എല്ലാ പോലീസ്, ഇടുക്കിയിലെ പോലീസ് മുഴുവൻ പോയി, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പോലീസ് പോയി, ജാമ്യം ലീവ് എടുത്തിരുന്ന പോലീസുകാർ ലീവ് ക്യാൻസൽ ചെയ്തു. എന്നാ ബഹളമായിരുന്നു അങ്ങോട്ട്. ഈ പാവപ്പെട്ട 10-50 മത്സ്യത്തൊഴിലാളികളെ അടിച്ചു കൊല്ലാൻ വേണ്ടി എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു? ഞാൻ പട്ടാളത്തെ വിളിക്കുന്നു. ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് പട്ടാളം വന്നോ? പട്ടാളത്തെ വിളിക്കുന്നു നിങ്ങൾ. നാണം കെട്ടവൻ ഒരു മുഖ്യമന്ത്രി ഗവൺമെന്റ് നിയമനം. എനിക്ക് അപമാനം തോന്നുന്നു. ഈ രാജ്യത്തുള്ള പോലീസിനെ മുഴുവൻ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് എത്തിച്ച്, പാവപ്പെട്ട വിഴിഞ്ഞത്ത് എത്തിച്ച്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അടിച്ച് ഇടിച്ച്, അവരുടെ പെണ്ണുങ്ങളെ ഉൾപ്പെടെ അടിച്ച് പരുവാക്കിയിട്ട് ഇവരൊക്കെ വിപ്ലവം പറഞ്ഞു നടക്കുക. ഇവന്റെ ഒടുക്കത്തെ വിപ്ലവം. ദൈവം ക്ഷമിക്കൽ ഇവനോടൊന്നും. നമ്മുടെ പിതാക്കന്മാരെ പ്രതിയാക്കുന്ന എത്ര എന്നെ സെക്ഷൻ ഇട്ടിരിക്കുന്നോ? 307 സെഷൻ കേസാ. മനസ്സിലായില്ലേ? ജാമ്യമില്ല. 3000 പേരെ പ്രതിയാക്കിയിരിക്കുന്നു. വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഈ പറയുന്നത് കൂടി ഒന്ന് കേൾക്കുക. വിഴിഞ്ഞ സമരം ഈ ജനതയ്ക്ക് നൽകുന്ന ഒരു പാഠം ഞാൻ പറയാതെ തന്നെ എല്ലാവരും കണ്ടതാണ്. സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ വറുതിയിലാക്കാമെന്ന് സർക്കാർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു സമരം. എന്നാൽ നിങ്ങൾ കണ്ടോളൂ, ഈ കേരള ജനത കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ സത്യമെന്നുണ്ടെങ്കിൽ ഇതിനുത്തരം ദൈവം കൊടുക്കും. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനായിട്ടുള്ള സമരമായി, അവരുടെ അതിജീവനത്തിനായിട്ടുള്ള സമരം. ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി മാത്രമല്ല നോക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കൂടി കാണണം എന്നുള്ളതായിരുന്നു സർക്കാരിന്. അതിന് ഏത് സർക്കാരായിക്കോട്ടെ കാണണമെന്നുള്ളത്. ഇനി അത് കണ്ടില്ലെങ്കിൽ അത് കാണാനായി, അത് ശ്രദ്ധയിൽപ്പെടുത്താനായി വരുന്നവരെ വർഗീയവാദികളെന്നും ദേശദ്രോഹികളുമെന്നും മുദ്രകുത്തുന്ന ഈ സർക്കാർ ഈ ജനങ്ങളെ ഏത് രീതിയിലാണ് സേവിക്കുന്നതെന്നും കൂടി ജനങ്ങളോട് പറയേണ്ടതായിട്ട് കാലം വരും. ഈ പദ്ധതി പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സത്യസന്ധതയുള്ള ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കാണാം. വളരെ വൈജ്ഞാനികമായിട്ടുള്ള ആഗ്രഹിക്കുകയാണ്. ഈ തുറമുഖ പണി ഇവിടെ പൂർത്തിയാകപ്പെടുമ്പോൾ വീണ്ടും തീരശോഷണം ഉണ്ടാകും, ഭവന നഷ്ടമുണ്ടാകും. ഒരുപാട് ഞങ്ങളുടെ ഈ മുതലപ്പൊഴിയും അവിടെ നിലനിൽക്കുന്ന ഹാർബറിനുമൊക്കെ വീണ്ടും ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകും, ജീവഹാനി ഉണ്ടാകും. ഇതൊക്കെ ഈ കേരള സമൂഹം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഈ കേരള ജനത ജാതി മറന്ന്, വർഗീയത മറന്ന്, രാഷ്ട്രീയം മറന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച അധികം വിദൂരമല്ല. ഞങ്ങൾ തുറമുഖത്തിന്റെ പണിയെ പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ്. പൊതുജനങ്ങൾ, കേരള സമൂഹം മത്സ്യത്തൊഴിലാളികളുടെ വികാരത്തെയും അവരുടെ നഷ്ടങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു സമരമായി പിന്നീടുള്ള കാലങ്ങളിൽ കേരള ജനത നെഞ്ചിലേറ്റട്ടെ എന്നതാണ്. തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ കഴിഞ്ഞു വരുന്നവർക്ക് വാടക തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള സമരസമിതിയുടെ ആവശ്യത്തിന് മറുപടിയായി നിലവിൽ നൽകി വരുന്ന തുകയ്ക്ക് പുറമെ അദാനിയുടെ CSR ഫണ്ടിൽ നിന്ന് 2500 രൂപ കൂടി നൽകാമെന്ന് പറഞ്ഞ സർക്കാർ വാഗ്ദാനങ്ങളെ സമരക്കാർ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. പാവപ്പെട്ടവരാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ അന്തസ്സും അഭിമാനവും അങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അർത്ഥപ്പട്ടിണിക്കാരാണെങ്കിലും അദാനിയുടെ പിച്ചക്കാശിന് മുമ്പിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത
മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. വിഴിഞ്ഞം സമരത്തിന്റെ ജയപരാജയങ്ങളെക്കുറിച്ച് അന്ന് വൈകിട്ടത്തെ മനോരമ നടത്തിയ ചർച്ചയിൽ തിരുവനന്തപുരം അതിരൂപതയിലെ ഫാദർ സന്തോഷും കോൺഗ്രസ് നേതാവ് BRM ഷഫീറും നടത്തിയ കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സ്നേഹിക്കുന്നവരുടെ മുഴുവൻ വികാരമായിരുന്നു. ഞങ്ങൾ ഈ സമരം പിൻവലിക്കുന്നതിൽ ഞങ്ങൾ തൃപ്തരല്ല. എങ്കിലും ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഞങ്ങൾ അടിച്ചമർത്താൻ പല രീതിയിലും പല രാഷ്ട്രീയ തലങ്ങളിലും ഉള്ള അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ ജനതകളെ കുരുതി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഞങ്ങൾ ഇത്രയും ദിവസം 130ഓളം ദിവസം സമാധാനപരമായിട്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ രാഷ്ട്രീയ കളികൾ ഞങ്ങളുടെ സമാധാനപരമായ ഈ സമരത്തെ അടിച്ചമർത്താൻ പലതരത്തിൽ ഞങ്ങളുടെ സമരത്തിന് എതിർവശം മറ്റൊരു സമരം രൂപീകരിക്കുകയും അതിനിപ്പുറത്ത് മറ്റൊരു BJP സമരം രൂപം കൊള്ളുകയും ഈ സമരം 26-ാം തീയതി പ്രകോപനപരമായി ഞങ്ങളെ ഈ സമരത്തിൻ്റെ ഒരു പ്രകോപനപരമായ രീതിയിൽ വലിച്ചിഴയ്ക്കുകയും ഞങ്ങളെ പല രീതിയിലും പ്രകോപിപ്പിച്ച് പലതരത്തിലുള്ള കേസിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ 27-ാം തീയതി സമാധാനപരമായിട്ട് ഒരാളെ കേസിൽപ്പെടുത്തി അയാൾ എന്തിന് കേസിൽപ്പെടുത്തി എന്ന് ചോദിക്കാൻ പോയ മറ്റു 4 പേരെ കേസിൽപ്പെടുത്തി ആയുധങ്ങളില്ലാതെ നിരായുധരായ പാവപ്പെട്ട സ്ത്രീകളും അവിടുത്തെ വികാരിച്ചനും കൂടെ എന്തിനാണ് അവർ 5 പേരെ അറസ്റ്റ് ചെയ്ത് എന്ന് ചോദിക്കാൻ പോയി. ഒരു ആയുധങ്ങളുമില്ലായിരുന്നു ഞങ്ങളുടെ സ്ത്രീകളുടെ കയ്യിൽ. സ്റ്റേഷനിലേക്ക് പോയവരുടെ കയ്യിൽ ഒരു വടിയോ ഒരു കല്ലോ ഒന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ വടിയും കല്ലും അവിടെ വന്നു? ഇതൊക്കെയാണ് നമ്മൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ പല വിധത്തിൽ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈ 4 പേരെ ഇറക്കണമെന്ന ആവശ്യത്തോടുകൂടെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിസ്സഹായരായി നിന്ന ഈ അമ്മമാരുടെ 3 വശത്തു നിന്ന് പോലീസ് ഓടിയെത്തി അവരെ കടന്നാക്രമിക്കുകയായിരുന്നു. അവർ ഏറ്റ പ്രകരം ഒരു കണ്ടു നിൽക്കുന്ന ആർക്കും അത് സഹിക്കാനാവില്ല. അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ പെടുത്തി ഒരു എന്ത് പറയാനാണ്, നമുക്ക് സഹിക്കാനാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇനി നമുക്കറിയാം ഇവരുടെ രാഷ്ട്രീയ കളികൾ ഇതിനപ്പുറത്തും പോകും. ഒരു രാഷ്ട്രീയ കളി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ രാഷ്ട്രീയ തലങ്ങളിൽ നമ്മുടെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ, അവർക്ക് വീണ്ടും ഈ ദുരിതത്തിലാക്കാൻ നമ്മൾ തയ്യാറല്ല. ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന സമരസമിതിയുടെ പിതാവ് ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന അതിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഇന്ന് എന്താണ് ഷാനി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ ചർച്ചയിൽ ഈ സമരസമിതിയുടെ ബഹുമാനായ ഫാദർ പറഞ്ഞ് ആലോചിച്ച് നോക്കൂ. വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഞങ്ങളെ. ഒരു പ്രഷർ ടാക്ടിക്സിന്റെ ഭാഗമായിരുന്നു അതെല്ലാം. ഞങ്ങളുടെ ജനതയെ കുരുതി കൊടുക്കാനാകില്ല. ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായി കാര്യങ്ങൾ. രാഷ്ട്രീയ കളിക്ക് ഞങ്ങളുടെ ജനതയെ വിട്ടുകൊടുക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കലാപത്തിനില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ജനതയെ, അതും വളരെയധികം മുന്നോട്ട് പോയിട്ടില്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനതയെ വളരെ പ്രഷർ ടാക്ടിക്സ് നടത്തിക്കൊണ്ട് അവരുടെ ബിഷപ്പിനെ ഉൾപ്പെടെയുള്ളവരെ പിന്നെ 120B കേസിൽ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് കേന്ദ്ര സേനയെ വരെ ഇറക്കാൻ ഹൈക്കോടതിയിൽ പിന്നെ അദാനി കൊടുക്കുന്ന കേസിൽ അതിനകത്ത് കൃത്യമായി തന്നെ സമ്മതം മൂളിക്കൊണ്ട് ഒരു ജനതയെ പ്രഷർ ചെയ്തിരിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് ഒരു വാക്ക്. ലോകത്തൊരിടത്തും ഒരു ഭരണകൂടവും അവരുടെ പ്രജകൾക്കെതിരെ ചെയ്യാൻ പാടില്ലാത്ത കിരാതമായ ഭീകരതയായിരുന്നു കഴിഞ്ഞ 140 ദിവസം പിണറായി സർക്കാർ നിങ്ങളോട് ചെയ്തത്. അതിനാൽ ഇക്കാര്യങ്ങൾ കേവലം സമവായത്തിന്റെ പേരിൽ മറന്നുകളഞ്ഞ് വെറും മണ്ടന്മാരായി മാറരുത്. താമസം വിന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു പുറകെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 3 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അന്ന് ഇപ്പോൾ അന്യായമായി ദ്രോഹിച്ചവർ വീണ്ടും മോഹന വാഗ്ദാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലെത്തും. അവരോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അവരോട് മാത്രമല്ല, ഈ പരുവത്തിൽ നിങ്ങളെ എത്തിക്കുന്നതിന് പിന്നിൽ കളിച്ച എല്ലാവരോടും, ഒപ്പം മുതലക്കണ്ണീരൊഴുക്കിയവരോടും നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനും കഴിഞ്ഞ 140 ദിവസങ്ങൾ സമ്മാനിച്ച നീറുന്ന ഓർമ്മകൾ ഒരു നീറ്റലായി മനസ്സിലുണ്ടാകണം. ഇതൊരു തിരിച്ചറിവായി മാറണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്. വിവിധ വിഷയങ്ങളിൽ ഭിന്നിച്ചു നിൽക്കുന്ന കേരള സഭയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സഭയുടെ ശത്രുക്കൾ ഒന്നിച്ചു നിന്ന് പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം.
പാകിസ്ഥാന് ജയ് വിളിക്കാനുള്ള ആഹ്വാനത്തോടെ കോഴിക്കോട് ഉപജില്ലാ കലോത്സവത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ബൗണ്ടറി എന്ന നാടകത്തിനെതിരെ കേരള സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പുകളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത്. ബ്രസീൽ കളി ജയിക്കുമ്പോ നമ്മൾ കൈയടിക്കാറില്ലേ? അർജന്റീന ജയിക്കുമ്പോ നമ്മൾ ആർത്ത് വിളിക്കാറില്ലേ? ന്യൂസിലൻഡും ഇംഗ്ലണ്ടും ജയിക്കുമ്പോ നമ്മൾ കൈയടിക്കാറില്ലേ? പിന്നെന്താ പാകിസ്ഥാൻ ജയിക്കുമ്പോ കൈയടിച്ച ഇത്ര പ്രശ്നം? മോളെ, എന്റെ കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം നമ്മളെ നാട് വളർന്നിട്ടില്ല. ഉമ്മ, ആരാ ഉമ്മ? ഈ ഭൂമിയിലെ അതിർത്തികളും വേലികളൊക്കെ കെട്ടി മനുഷ്യന്മാരെ വേർതിരിച്ച് അതിർത്തികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ രാജ്യക്കാരെയും ഒരുപോലെ സ്നേഹിക്കായിരുന്നല്ലേ മോളെ? പണ്ട് ആലപ്പുഴയിൽ അരിയും മലരും കുന്തിരിക്കവും മേടിച്ച് വീട്ടിൽ കാത്ത് വെച്ചോടാ എന്ന് മുട്ടയിൽ നിന്ന് വിരിയാത്ത ഒരു ചെറുക്കനെ കൊണ്ട് പാടിച്ചതിൻ്റെ പുതിയ വേർഷനാണ് ബൗണ്ടറി എന്ന നാടകത്തിലൂടെ ചില രാജ്യവിരുദ്ധർ മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം ഈ നാടകത്തിലൂടെയും കറതീർന്ന രാജ്യവിരുദ്ധതയാണ് അവർ പടച്ചുവിട്ടിരിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് കൊച്ചു പെൺകുട്ടികളാണെങ്കിലും അവരുടെ വായിലേക്ക് കലയുടെ പേരിൽ കടുത്ത രാജ്യവിരുദ്ധ പ്രമേയങ്ങൾ പരിശീലിപ്പിച്ച് നൽകിയത് കടുത്ത രാജ്യദ്രോഹികളാണെന്നതിൽ തർക്കമൊന്നുമില്ല. അങ്ങേയറ്റം അപലപനീയമായ രാജ്യവിരുദ്ധ വികാരം നാടകത്തിലൂടെ സമൂഹത്തിലേക്ക് പടച്ചുവിട്ടിരിക്കുകയാണ് ആ സ്കൂൾ അധികൃതർ. ആ നാടകത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ പുരോഗമന ചിന്താഗതികളില്ലാത്തതും വിശാലമായ കാഴ്ചപ്പാടുകളില്ലാത്തതുമായ സങ്കുചിത ചിന്തകളുടെ വിളനിലമാക്കി അധിക്ഷേപിക്കുകയാണ് സ്കൂൾ അധികൃതരും നാടക അണിയറക്കാരും ചെയ്തത്. ചൈനയ്ക്കും പഴയ സോവിയറ്റ് യൂണിയനും ജയ് വിളിക്കുകയും മാവോയെയും സ്റ്റാലിനെയും ആരാധിക്കുകയും ചെയ്യുന്നവർ വാഴുന്ന ഈ നാട്ടിൽ നാടകത്തിലെ ആശയം പുരോഗമനപരവും വിശാലവുമൊക്കെയാണെന്ന് കാട്ടി കൈയടിക്കാനും ആളുകളുണ്ടാകും. എന്നാൽ നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡുമൊക്കെ തികഞ്ഞ ബഹുമാനത്തോടും ഏറിയ സ്നേഹത്തോടും കൂടെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ അവർ കരുതുന്നത്. അവരാരും ഇന്ത്യക്കെതിരെ സായുധ കലാപങ്ങൾ നടത്താൻ തീവ്രവാദികളെ പടച്ചുവിട്ടിട്ടില്ല. അവരാരും കാശ്മീരിൽ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ മണ്ണ് മാന്തിയെടുത്തിട്ടില്ല. നാടകമുണ്ടാക്കിയവന്മാരുടെ ജീവന് കൂടി കാവൽ നിൽക്കുന്ന ഇന്ത്യയുടെ ജവാന്മാരെ കൊന്ന് കണ്ണും കാതും തുറന്നെടുത്ത് മൃതദേഹത്തെ പോലും അവരാരും അപമാനിച്ചിട്ടില്ല. ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങളൊന്നും കരുനീക്കങ്ങൾ നടത്തിയിട്ടുമില്ല. ഈ തിന്മകളൊക്കെ കാട്ടിക്കൂട്ടിയത് പാകിസ്ഥാനാണ്. അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ ആവേശം മൂത്ത് നടക്കുന്ന രാജ്യദ്രോഹികൾ ഇന്ത്യയുടെ തണലിൽ ജീവിക്കുന്നുമുണ്ടാകും. എന്നാൽ അസ്തിത്വബോധമുള്ള ഒരു ഭാരതീയനും അത്രയ്ക്കങ്ങ് അതപ്പതിച്ച് തരം താഴ്ന്നു പോകാൻ ഒരിക്കലും പറ്റില്ല. അതിലും ഭേദം ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണമാണ്. പാകിസ്ഥാന് ജയ് വിളിച്ചേ അടങ്ങൂ എന്ന് ആശിച്ച് നടക്കുന്ന നാടകത്തിൻ്റെ അണിയറ ശില്പികളോട് നിങ്ങളുടെ നാടകത്തിൽ പരാമർശിച്ച ബൗണ്ടറിക്കപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തെ കത്തിക്കാൻ ഊഴം കാത്ത് ആയുധവുമായി പതിയിരിക്കുന്ന തീവ്രവാദികളുണ്ട്. ആ ബൗണ്ടറി തെല്ലൊന്ന് തുറന്നാൽ അവർ ഇന്ത്യയിലേക്ക് പാഞ്ഞു കയറും. അത് ബോധ്യമുള്ളത് കൊണ്ട് ആ ബൗണ്ടറി അടഞ്ഞു തന്നെ കിടക്കും. തൽക്കാലം രാജ്യവിരുദ്ധന്മാരുടെ പുരോഗമന ചിന്തയും വിശാല മനസ്സും അത് ഇന്ത്യക്ക് തെല്ലും ആവശ്യമില്ല. നവോത്ഥാനം, തുല്യത, ലിംഗസമത്വം, ജനാധിപത്യം എന്നിവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലും മതശാസനകൾ അരങ്ങുവാഴുകയാണെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ. കാലം ഇത്ര പുരോഗമിച്ചിട്ടും സ്ത്രീ സമൂഹത്തോടുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ അവഗണനയിലും വേർതിരിവുകളിലും അധിഷ്ഠിതമാണെന്നുള്ള ഭീകര യാഥാർത്ഥ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്.
ദേശീയ ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതി മുഖാന്തരം കുടുംബശ്രീ രാജ്യവ്യാപകമായി 2022 നവംബർ മാസം മുതൽ ഡിസംബർ 23 വരെ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളെ തിരിച്ചറിയുക എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചകളും റാലികളും മറ്റ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നതിൻ്റെ ഒപ്പം അവർ രചിച്ച് പുറത്തിറക്കിയിരിക്കുന്ന പ്രതിജ്ഞയാണ് പണ്ഡിത സമൂഹത്തെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യനീതി നിലനിർത്തുന്നതിൽ ഊന്നൽ കൊടുത്ത ആ പ്രതിജ്ഞയിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായി സ്വത്തുവകകൾ നൽകുമെന്ന പോയിന്റാണ് പണ്ഡിത സമൂഹത്തിന് അസ്വസ്ഥതയായി മാറിയത്. അതിൻ്റെ പുറംമൂടി തുറന്നുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി എന്ന അഭിനവ പണ്ഡിതനാണ് ആദ്യം രംഗത്ത് വന്നത്. ഇദ്ദേഹമാണ് ലോകകപ്പ് ഫുട്ബോൾ സംബന്ധമായ വിവാദത്തിലെയും കാരണഭൂതൻ. മൗലിക അവകാശ ലംഘനം എന്താണ് ഇദ്ദേഹം ഈ പ്രതിജ്ഞയുടെ ഭാഗത്തെ വിശേഷിപ്പിച്ചത്? നവോത്ഥാനവും തുല്യതയുമൊക്കെ പ്രസംഗിക്കപ്പെടുന്ന കേരള സമൂഹത്തിൽ ഇന്നും തുടരുന്ന പഴകിയ പ്രവണതകൾ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ഇതിലൂടെ. പരിഷ്കൃത സമൂഹത്തിൻ്റെ മുഴുവൻ വികാരങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ കൂടത്തായി പണ്ഡിതൻ കൂടിയിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ വെച്ച് പറഞ്ഞത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കൂടിയാലോചനകൾ നടത്തി, സഖ്യകക്ഷികളുമായിട്ട് കൂടിയാലോചന നടത്തി, മന്ത്രിസഭാ യോഗം നടത്തിയിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള ചില പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് പിൻവലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വഖഫ് നിയമനം PSCക്ക് പോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തിരുന്ന ഒരു തീരുമാനമാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലോജിക്കായിരുന്നു ഈ ഒരു തീരുമാനത്തിന് പിന്നിലേക്ക് പോയിരുന്നത്, അതിനെ മുഴുവനും ആ സമയത്ത് തന്നെ ഫ്രീസറിൽ കയറ്റാനായിട്ട് സർക്കാരിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ശ്രീറാം വെങ്കട്ടരാമൻ അദ്ദേഹം ആലപ്പുഴയിലേക്ക് കളക്ടറായിട്ട് നിയമിക്കപ്പെടുന്ന സമയത്ത് ഇതേപോലെ ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു ഡിസിഷനായിരുന്നു. പക്ഷെ ആ ഡിസിഷൻ എത്ര പെട്ടെന്നാണ് അവർക്ക് അതിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പൊ ഏതൊരു വിഷയത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾ എടുക്കുന്നതിന് പിന്നിൽ എത്രയൊക്കെ ലോജിക്കും എത്രയൊക്കെ തോട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനെ മതപരമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടാകുന്ന സമയത്ത് അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പതിവായി യൂട്ടേണുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടത്തായിയെ പോലെയുള്ളവരുടെ അസഹിഷ്ണുത അതിര് കടന്ന് പുറത്തേക്ക് വരുന്നെങ്കിൽ മതശാസനകളുടെ പിള്ളത്തൊട്ടിലിൽ തന്നെയാണ് ഇവർ ഇപ്പോഴുമെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വീണ്ടും അടിവരയിടപ്പെടുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് തുടർച്ചയായി 2 തവണ നഷ്ടപ്പെട്ട കേരള ഭരണം എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നതിനേക്കാൾ ശശി തരൂരിനെ എങ്ങനെ ഒതുക്കാമെന്ന ചിന്തയിലാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പ്രത്യക്ഷമായ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് നടന്ന സംഭവ വികാസങ്ങൾ. ആരുടെയൊക്കെയോ ആശ്രിതനായതുകൊണ്ട് മാത്രം DCC പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന നാട്ടകം സുരേഷിൻ്റെ ഈഗോയെ ശശി തരൂർ എന്ന വിശ്വപൗരൻ തൃപ്തിപ്പെടുത്തിയില്ല പോലും. അതിനാൽ കോട്ടയത്തിന് പുറത്ത് മറ്റൊരു ലോകം കാണാത്ത സുരേഷിന് ശശി തരൂരിനെ കോട്ടയം ജില്ലയിലെ പര്യടനത്തിൽ നിന്ന് വിലക്കണം പോലും. തരൂരിനെ കോട്ടയത്ത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ അതൊരു ബൂമറാങ്ങായി മാറുകയാണ് ചെയ്തത്. ശശി തരൂരിന് കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. കേരളത്തിൽ ശശി തരൂരിനോട് ഈ ചിറ്റമ നയം പുലർത്തുന്നത് കേവലം നാട്ടകം സുരേഷ് മാത്രമല്ല, രമേശ് ചെന്നിത്തലയടക്കം അനേകം തലമുതിർന്ന നേതാക്കന്മാരാണ്. തങ്ങൾ പ്രതീക്ഷിച്ചു വെച്ച പലതും തരൂര് തട്ടിയെടുക്കുമോ എന്നതാണ് അവരുടെ ഭയം. അവരോടൊന്നേ പറയാനുള്ളൂ, ചുമരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ കഴിയും. ഇനി കേരളത്തിലെ കോൺഗ്രസിൽ ശശി തരൂരിനൊപ്പം നിൽക്കാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു നേതാവ് പോലും ഈ കേരളത്തിലില്ല. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ മുൻപിൽ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുള്ളൂ. അതിന് ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ ശശി തരൂരിനെ പ്രചരണത്തിന് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ഗുജറാത്തിൽ
തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് പറ്റിയത് നാളെ കേരളത്തിലെ കോൺഗ്രസിനും പറ്റുമെന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. രസകരമായ കാര്യം അതല്ല. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഗുജറാത്ത് ഇലക്ഷൻ്റെ ഏകോപന ചുമതല. അവിടെ ചെന്നിത്തലയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ 8 നിലയിൽ പൊട്ടിയതുപോലെ നാളെ കേരളത്തിലും പൊട്ടിത്തകരാതിരിക്കാൻ ഇനിയെങ്കിലും ചെന്നിത്തല, സതീശൻ, വേണുഗോപാൽ തുടങ്ങിയ കടലാസു പുലികൾ തരൂരിനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. പാലായിൽ വെച്ച് നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ സിറിയക് തോമസ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി ശശി തരൂരിനെ മുൻപിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.